കത്തിപ്പടരുന്ന ചൂടിൽ സൗദിയിലെ ഈന്തപ്പഴത്തോട്ടങ്ങളിൽ ഇതിനകം വിളവെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. സൗദിയിലെ ഏറ്റവും വലിയ തോട്ടങ്ങളുള്ളത് അൽ ഖസീം പ്രവിശ്യയിലാണ്. അവിടെയുള്ള തോട്ടങ്ങളിൽ നിന്നും ഈന്തപ്പഴം വിളവെടുക്കുന്ന കാഴ്ചകളാണ് ഇനി. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ഈത്തപ്പഴം പഴുത്തു നിറയുന്ന കാലം. മൂന്നര കോടിയിലേറെ ഈന്തപ്പനകളുണ്ട് സൗദിയിൽ. സൗദിയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈന്തപ്പനകൾ ഉള്ളത് അൽ ഖസീം പ്രവിശ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈന്തപ്പഴ വിപണിയും തോട്ടവുമെല്ലാം നിലനിൽക്കുന്ന നാട്. ഇവിടെയുള്ള തോട്ടങ്ങളിൽ അല്പം ആശങ്കയുണ്ടാക്കിയ വർഷമായിരുന്നു ഇത്. കത്തിപ്പടർന്ന ചൂടിൽ ഈന്തപ്പഴങ്ങൾ സീസണിന് മുന്നേ പഴുത്തു തുടങ്ങിയ ഘട്ടം. എന്നാൽ ആശങ്കകൾക്കെല്ലാം വിരാമമിട്ട് പതിയെ പഴയ കാലാവസ്ഥയിലേക്ക് തന്നെ സ്ഥിതിയെത്തി. ഈന്തപ്പഴ ഫെസ്റ്റിവൽ ഖസീമിൽ തുടരുകയാണ്. അതിനാൽ നമുക്ക് ആദ്യം പോകേണ്ടത് തോട്ടങ്ങളിലേക്കാണ്. ഇവിടേക്ക് പഴങ്ങളെത്തുന്ന ഖസീമിലെ ഈന്തപ്പഴ കാടുകളിലേക്ക്. ഈന്തപ്പഴം മരുഭൂമിയിൽ വിരിയുന്ന പഴമാണ്. പക്ഷേ കൊടും ചൂടിൽ അതിൽ നിറയെ കായുണ്ടാകണമെങ്കിൽ ദിവസവും വെള്ളം വേണം. കേരളത്തിൽ തെങ്ങിന് തടം കെട്ടുന്ന പോലെ ചെയ്ത് തന്നെ വെള്ളം നിറക്കണം. തോട്ടത്തിലൂടെ ഭൂമിക്കടിയിൽ സ്ഥാപിച്ച പൈപ്പ് ലൈൻ വഴിയാണ് നിലവിൽ വെള്ളം എത്തിക്കുന്നത്. വെള്ളം കുറഞ്ഞാൽ തന്നെ വിളവ് കുറയും. ബുറൈദയിലെ തോട്ടം മേൽനോട്ടക്കാരിൽ ഒരാളായ മലയാളി യാക്കൂബ് അതേക്കുറിച്ച് പറയും. മൊത്തം ഹോസാണ് അടിയിൽ കൂടെ, അതിൻ്റെ പൈപ്പാണ് ഇപ്പോൾ കാണുന്നത്. ദിവസം നനക്കണം, ഒരു ദിവസം നന തെറ്റലില്ല. നനച്ചില്ലാന്നുണ്ടെങ്കിൽ ഇതെന്തായാലും വാടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്തായാലും നനച്ച ഡെയിലി കൊടുക്കണം വെള്ളം. കീടനാശിനി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മരുന്നടിക്കുക, യൂറിയ, മുറക്കബ് അങ്ങനത്തെ ഇതൊന്നുമില്ല. വെറും ചാണകം ഒറിജിനൽ വളം ഇട്ടുണ്ടാക്കുന്നതാണ്. അല്ലാതെ നമ്മൾ വേറൊരു സംഗതി ഇതിലൊന്നുമില്ല. ഓരോ മരവും നിശ്ചിത അകലത്തിലാണ് നടുക. മുകളിൽ നിന്നും അവയുടെ കാഴ്ചയിൽ അത് വ്യക്തമാകും. ഓരോ വർഷവും ഏപ്രിൽ മാസത്തോടെ കായ്കൾ ഉണ്ടാകും. ജൂണിൽ കൊടും ചൂടിലേക്ക് കടക്കുന്നതോടെ പാകമാകും. ജൂലൈ മാസം അവസാനത്തോടെ വിളവെടുപ്പിനും തുടക്കമാകുന്നു. ഇനി ഒരു മാസത്തിനകം നല്ലൊരു ഭാഗവും വിളവെടുപ്പ് പൂർത്തിയാകും. ഇവ സൂക്ഷിച്ചു വെച്ചാണ് അടുത്ത ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുക. പണ്ട് ശീതീകരണ സംവിധാനമില്ലാത്തതിനാൽ ഉണക്കിയാണിവ സൂക്ഷിച്ചിരുന്നത്. യാത്ര ചെയ്യുന്നവർക്ക് ഭാരമില്ലാതെ ഇത് കൊണ്ടുപോകാനും കഴിയുമായിരുന്നു. സൗദിയുടെ ഈന്തപ്പഴ വിപണിയിലെ 40% വിളവെടുക്കുന്നത് അൽ ഖസീമിലാണ്. സുക്കരി, മജ്ദൂൽ, ഖലാസ്, ബർഹി, സഖായി എന്നിവയാണ് ഇവിടെയുള്ള ഏറ്റവും ഡിമാൻഡുള്ള ഇനങ്ങൾ. സുക്കരി എന്നാൽ ഷുഗർ എന്ന അർത്ഥം വരുന്ന മധുരമുള്ള ഇനമാണ്. മജ്ദൂൽ എന്നാൽ ഏറ്റവും അലിവുള്ള മാംസളമായ ഈന്തപ്പഴവും. സഖായിക്ക് ഈന്തപ്പഴത്തിന്റെ ഞെട്ടിന്റെ ഭാഗത്തായി വെള്ള നിറവും കാണും. ഇവിടുത്തെ പ്രധാനി സുക്കരിയാണ്. സൗദിയുടെ സ്വർണം എന്നാണ് ഈ പഴത്തിന്റെ മറ്റൊരു വിളിപ്പേര്. ഖസീമിൽ ഇപ്പോൾ ഈത്തപ്പഴം വിളവെടുക്കണ കാലമായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ആളുകളൊക്കെ നല്ല സന്തോഷത്തിലാണ്. കാരണം നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് നല്ല ഈത്തപ്പഴത്തിൻ്റെ ഉൽപ്പാദനമൊക്കെ ഇത് കണ്ടില്ല, ഇതുപോലെ നല്ല വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവിടെ സൗദിനെ സംബന്ധിച്ചിടത്തോളം 350 ഐറ്റം ഈത്തപ്പഴം, 350-ൽ പരം
ഇനം ഈത്തപ്പഴമുള്ള നാടാണ് സൗദി അറേബ്യ. അതിൽ തന്നെ ഏറ്റവും നല്ല പഴങ്ങൾ കിട്ടുന്ന സ്ഥലം ഖസീമാണ്. വലിപ്പം, രുചി എന്നിവക്കനുസരിച്ച് വില 50 റിയാൽ മുതൽ 300 റിയാൽ വരെ എത്താറുണ്ട് സുക്കരിക്ക്. അതായത് 1000 രൂപ മുതൽ 6000 രൂപ വരെ. സൗദിയിലെ എല്ലാ പ്രവിശ്യകളിലും ഈന്തപ്പഴമുണ്ടെങ്കിലും ഏറ്റവും വില കൂടുതൽ ബുറൈദയിലെ ഇനങ്ങൾക്കാണ്. അതിന് കാരണം വ്യാപാരിയായ ഫൈസൽ അരിപ്ര തന്നെ പറയും. ഖസീമിൽ നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലുള്ള പഴങ്ങൾ ഉള്ളത് ഖസീമിലാണ്. അത് സഗായി, മജ്ദൂള്, സുക്കിരി, കലാസ് എന്നിങ്ങനെ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് സുക്കിരിയും മജ്ദൂളും സഗായിയാണ്. അത് മറ്റുള്ള പ്രൊവിഷനെ സംബന്ധിച്ചിടത്തോളം വിലയിലും ഇവിടെ മാറ്റമുണ്ട്. മറ്റുള്ളിടത്ത് നമുക്കൊരു 10 റിയാലിനൊക്കെ കിട്ടുന്ന സാധനം ഇവിടെ 20 റിയാൽ ആ ഒരു റേഞ്ചിൽ വരും. ഡബിൾ വില. അതിന് മെയിൻ കാരണം ക്വാളിറ്റി തന്നെ. പിന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉൽപ്പാദനം നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. ഇതിൻ്റെ മുന്നേ ഇറാഖിലെ ബസ്ര എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ അത് 2021 ശേഷം ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്നത് സൗദി അറേബ്യയിൽ ഖസീമിലാണ്. 47 ഡിഗ്രി വരെ എത്തി നിൽക്കുന്നുണ്ട് ഖസീമിലെ ചൂട്. അത് ഭൂമിയിലും അന്തരീക്ഷത്തിലും സൃഷ്ടിക്കുന്ന സമ്മർദ്ദത്തിലാണ് ഈന്തപ്പഴം വിളയുന്നത്. കുലയൊന്നാകെ വെട്ടിയെടുക്കുകയല്ല, പകരം വിളയുന്നവ ഓരോന്നും പറിച്ചെടുക്കലാണ് രീതി. പഴുത്ത മജ്ദൂലാണെങ്കിൽ നല്ല വലിപ്പമുണ്ടാകും. അവ ഏതാനും എണ്ണം ചേർന്നാൽ തന്നെ 1 കിലോഗ്രാമായി. വലിയ ഈത്തപ്പഴം ഇവിടെ ഉള്ളത്. സുക്കരൊക്കെ നല്ല വലിപ്പമുള്ള ഇതാണ്. ഇത് കയറി പറിക്കാനാണെങ്കിൽ ഒരു ഉക്കൊക്കെ ഇട്ട് ബെൽറ്റ് ഇട്ടിട്ട് കയറിയിട്ടാണ് പാകിസ്ഥാനികൾ ഇത് പറിക്കുക. കീടനാശിനിയൊന്നും ഇവിടെ ഉപയോഗിക്കാറില്ലെന്ന് കർഷകർ പറയുന്നു. ബുറൈദയിലെ തോട്ടങ്ങളിൽ കർഷകർക്ക് വേണ്ടതെല്ലാം ഉറപ്പാക്കാൻ സൗദി ഭരണകൂടം നിരന്തര പിന്തുണ നൽകുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ എന്നിവ കർഷകരെ നിരന്തരം എന്നോണം അറിയിക്കും. ഇതിനായി വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരെയുണ്ട്. ഇതിനാൽ ജാഗ്രതയിലായിരിക്കും ഓരോ സീസണിലും കർഷകർ. ഇതെല്ലാം എത്തിക്കുന്നത് ബുറൈദയിലെ പുലർക്കാല സൂക്ക് അഥവാ മാർക്കറ്റിലേക്കാണ്. പുലർച്ചെ 3:30 തുടങ്ങി സൂര്യൻ ഉയരുമ്പോൾ അവസാനിക്കുന്ന സൂക്ക്. അവിടുത്തെ കഥകളും ഏറെയുണ്ട്. അത് അടുത്തയാഴ്ച പറയാം.